ഇന്നത്തെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് അവർക്കും സ്വാഗതം. കൂലി തിയേറ്ററുകളിലേക്ക് എത്താൻ വളരെ കുറച്ച് മണിക്കൂറുകൾ മാത്രമേ ഇനി ബാക്കിയുള്ളൂ. ഇന്നത്തെ ഒരു വീഡിയോയിലൂടെ സിനിമയുടെ കേരള ബോക്സ് ഓഫീസിൽ ഏറ്റവും പുതിയ പ്രീസെയിൽ കളക്ഷനും അതുകൂടാതെ തമിഴ് സിനിമകളിൽ കേരളത്തിൽ ഏറ്റവും ഉയർന്ന കളക്ഷൻ വന്ന ആദ്യ ദിവസത്തെ 10 സിനിമകളെ കുറിച്ചാണ് പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നത്. വെറും പ്രീസെയിൽ കളക്ഷനിലൂടെ തന്നെ ടോപ്പ് 10 ലിസ്റ്റിൽ വന്ന സിനിമയാണല്ലോ രജനിയുടെ കൂലി. 5,70,00,000-ലേറെ സിനിമയുടെ കേരള പ്രീസെയിൽ പിന്നിട്ടു എന്നാണ് അവസാനമായി വന്നിരിക്കുന്ന റിപ്പോർട്ട്. ഇനി നമ്മുടെ കേരള ബോക്സ് ഓഫീസിൽ ഏറ്റവും ഉയർന്ന ആദ്യ ദിവസത്തെ കളക്ഷൻ നേടിയെടുത്ത 10 തമിഴ് സിനിമകളിലേക്ക് വരികയാണെങ്കിൽ അതിൽ ഒന്നാം സ്ഥാനത്ത് തളപതി വിജയുടെ ലിയോ എന്ന സിനിമ തന്നെയാണ്. 12 കോടിയാണ് സിനിമ ആദ്യ ദിവസം കേരളത്തിൽ ഗ്രോസ് ആയിട്ട് നേടിയെടുത്തത്. ലോകേഷ് കനകരാജ് ആയിരുന്നു. കൂലിയുടെ സംവിധായകൻ തന്നെയായിരുന്നു സിനിമയുടെ സംവിധാനം. രണ്ടാം സ്ഥാനത്ത് മറ്റൊരു വിജയ ചിത്രമാണ്, അത് ബീസ്റ്റ് എന്ന സിനിമയാണ്. 2022-ൽ റിലീസായ സിനിമ 6,60,00,000 കേരളത്തിൽ ആദ്യ ദിവസം ഗ്രോസ് ആയിട്ട് നേടിയെടുത്തത്. മൂന്നാം സ്ഥാനത്ത് മറ്റൊരു വിജയ ചിത്രമാണ്, അത് സർക്കാർ എന്ന സിനിമയാണ്. 6,10,00,000 സിനിമയുടെ ആദ്യ ദിവസത്തെ കേരള ഗ്രോസ്. നാലാം സ്ഥാനത്ത് വീണ്ടും ഒരു രജനികാന്ത് സിനിമയാണ്, അത് നമ്മുടെ ലാലേട്ടൻ കൂടി കാമിയോ റോളിലെത്തിയ കേരളത്തിൽ വലിയ ഇമ്പാക്ട് ഉണ്ടാക്കിയ ജയിലർ എന്ന സിനിമയാണ്. 2 വർഷം മുന്നേ ഇതേ സമയം സിനിമ തിയേറ്ററുകളിലേക്ക് എത്തിയപ്പോൾ 5,85,00,000 സിനിമയുടെ കേരള ഗ്രോസ്. അഞ്ചാം സ്ഥാനത്ത് ലിയോയ്ക്ക് ശേഷം തിയേറ്ററുകളിലേക്ക് എത്തിയ വിജയുടെ ദി ഗോട്ട് എന്ന സിനിമയാണ്. ദി ഗ്രേറ്റസ്റ്റ് ഓഫ് ഓൾ ടൈം ആദ്യ ദിവസം കേരളത്തിൽ 5,80,00,000 ഗ്രോസ് ആയിട്ട് നേടിയെടുത്തത്. ആറാം സ്ഥാനത്ത് ഇപ്പോഴത്തെ കൂലി ഇടം നേടിയെടുത്തിരിക്കുകയാണ്. കൂലി 5,70,00,000 പിന്നിട്ടിരിക്കുകയാണ് കേരളത്തിൽ, അതും പ്രീസെയിൽ കളക്ഷനിലൂടെ മാത്രം. ഏഴാം സ്ഥാനത്ത് കേരളത്തിൽ ഉയർന്ന FT കളക്ഷൻ നേടിയെടുത്തത് വിക്രം എന്ന സിനിമയാണ്. കമലഹാസനെ നായകനാക്കി ലോകേഷ് സംവിധാനം ചെയ്ത സിനിമ 5,12,00,000 കേരളത്തിൽ നിന്നും നേടിയെടുത്തത്. 8, 9, 10 സ്ഥാനങ്ങളിലെ വിജയ് സിനിമകൾ തന്നെയാണ്. 8ാം സ്ഥാനത്ത് ബിഗിൽ എന്ന സിനിമ 4,80,00,000 ഗ്രോസ് നേടിയെടുത്തപ്പോൾ 9ാം സ്ഥാനത്തുള്ള മെർസലാകട്ടെ 4,60,00,000 ഗ്രോസും 10ാം സ്ഥാനത്തുള്ള വാരിസ് ആകട്ടെ 4,35,00,000 ഗ്രോസുമാണ് ആദ്യ ദിവസം കേരള ബോക്സ് ഓഫീസിൽ നേടിയെടുത്തത്. ലിസ്റ്റിൽ 10 സിനിമകളിലും 7 സിനിമകൾ വിജയാണ്. വിജയുടെ ഒരു ആധിപത്യമാണ് കേരളത്തിൽ കാണാനായിട്ട് കഴിഞ്ഞിരിക്കുന്നത്. ഇനി കൂലിയിലേക്ക് വീണ്ടും മടങ്ങി വരികയാണെങ്കിൽ, കൂലി എന്ന സിനിമയുടെ ഏറ്റവും പുതിയ നേട്ടത്തിലേക്ക് വരികയാണെങ്കിൽ, ലോകേഷിന്റെ മുൻ സിനിമ പ്രത്യേകിച്ച് കേരളത്തിൽ വലിയ ഇമ്പാക്ട് ഉണ്ടാക്കിയ വിക്രം എന്ന സിനിമയുടെ കേരള FT കളക്ഷൻ കൂലി മറികടന്നിരിക്കുകയാണ്. ഇനി ലിയോയുടെ FT കളക്ഷൻ ലോകേഷിന്റെ തന്നെ കേരളത്തിൽ റെക്കോർഡ് കളക്ഷൻ നേടിയെടുത്ത സിനിമയുടെ കളക്ഷൻ മറികടക്കുമോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്ന് ഇപ്പോൾ തന്നെ പറയാവുന്നതാണ്. 12 കോടിയെല്ലാം തന്നെ നിലവിലെ കൂലിയുടെ പ്രീസെയിൽ ട്രെൻഡ് വെച്ച് നോക്കുകയാണെങ്കിൽ വെല്ലുവിളി തന്നെയാണ്. അതേസമയം 10 കോടിയിലേക്ക് എത്താൻ ഇപ്പോഴും സാധ്യതകൾ നിലനിൽക്കുന്നുണ്ട്. ബാക്കിയെല്ലാം തന്നെ സിനിമയുടെ ആദ്യ ദിവസത്തെ അഭിപ്രായങ്ങൾ പോലിരിക്കും. അപ്പോൾ കാത്തിരിക്കൂ, കൂലി എന്ന സിനിമ കേരളത്തിൽ ആദ്യ ദിവസം എത്ര കോടി കളക്ഷൻ നേടിയെടുക്കാൻ സാധ്യതയുണ്ടെന്ന് അറിയുവാനായിട്ട്. ഒപ്പം കൂടുതൽ വാർത്തകൾക്കും വിവരങ്ങൾക്കായിട്ട്